തന്റെ മനസ്സിലുള്ള തുറന്നു പറയാൻ സമയമായിരിക്കുന്നു. ഈ ലാസ്റ്റ് ആയിട്ട് എല്ലാവരും പറയേണ്ടതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് ഷോ കഴിഞ്ഞു, 100 ദിവസം കഴിഞ്ഞു. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ, ഈ ചെളി വാരി എറിയുന്നുണ്ട്. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. അത് പോയിന്റ്. ഇങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു സുഖം, ഒരു മനസുഖം. ഈ നെഗറ്റീവ് പറഞ്ഞവർ തന്നെയാണ്, ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അനുമോൾ എന്ന വ്യക്തിയെ ഇവിടം വരെ എത്തിച്ചത്. എന്റെ രാവണേശ്വരം വാൻ ഹ്യൂസാ, നിങ്ങൊരു സംഭവമാണ്. കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു, അതിന് ഡിസേർവ് അല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. നമ്മുടെ നാടാകെ മാറിപ്പോയടാ. എല്ലാവർക്കും ആദ്യം കേൾക്കുന്ന വിശ്വസിക്കാനും അതിന്റെ പുറകെ പോകാനും ഇഷ്ടം. സത്യം എന്താണെന്ന് ആർക്കും അറിയണ്ട. 100 ദിവസം വരെ ഇരുന്ന് കണ്ടിട്ടുള്ളവർക്ക് ഞാനിത് ഡിസർവിംഗ് ആണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അല്ല സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അനീഷേട്ടനായിരുന്നു ഡിസർവിംഗ് ആയിട്ടുള്ള ആള് അനുമോളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. തുടങ്ങിയല്ലോ, നീയാണല്ലോ കോടതി. ഓടാമയില് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഇവിടെ ഇപ്പൊ ജനങ്ങളാണോ തീരുമാനിച്ചിരിക്കുന്നത്, മറ്റാരെങ്കിലും ഒക്കെ ആണോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല, വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. PR ഉണ്ടെങ്കിൽ ബിഗ് ബോസ് കപ്പ് ആർക്കും ജയിക്കാന്നുള്ളത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണല്ലോ. രാവിലെ തന്നെ ഇത് നിർത്തണ്ട പാപ്പ. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ആ വോട്ട് ചെയ്തവര് വെറുതെ വോട്ട് ചെയ്തവരല്ല, അവര് എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തവരാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ കടുങ്ക ചെയ്യാൻ പോകും. അതൊക്കെ പിന്നെ പറയാം. താല്പര്യം ഉണ്ടെങ്കിൽ നിനക്കും കൂടെ. അപ്പൊ ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR വിനുസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. എന്തേ കപ്പ് കിട്ടാൻ അർഹത ഇല്ല എന്ന് പറയുന്നവർക്ക് അസൂയയാണ്. അതല്ലേ നാട്ടുകടപ്പ്. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. അനുമോളോട് സത്യത്തിൽ എന്തെങ്കിലും അസൂയയോ കുശുമ്പോ നിങ്ങൾക്കുണ്ടോ? തനിക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കുശുമ്പും അസൂയൊക്കെ ഇങ്ങനെ തികട്ടി വരുന്നതാണോ ഈ വെളിയിൽ കൂടെ ഓടി നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയ്യോ, അതത്രയും വലിയ സൂക്കേടാണോ? അല്ല, നല്ല അടി കിട്ടാത്ത എന്റെ സൂക്കേടാ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.